ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തുൻ നാരിയ, അനുകൂലിച്ചും പ്രതികൂലിച്ചും ധാരാളം ചർച്ചകൾ സമീപകാലം വരെ മുസ്ലിം സമൂഹത്തിൽ ഉണ്ട്, ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. സ്വലാത്തുൻ നാരിയത്തിൽ ഷിർക്ക് ആരോപിക്കുന്നവരുണ്ട്, സ്വലാത്തുൻ നാരിയത്തിൽ പഠിക്കാതെ പലതും അതേക്കുറിച്ച് വിമർശിച്ച് പറയുന്നവരുണ്ട്. അസ്സലാത്തുൻ നാരിയ എന്താണ് എന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ, അതിന്റെ മഹത്വങ്ങളൊന്നും അറിഞ്ഞു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അത് വലിയൊരു കാര്യമാണ്. കുറഞ്ഞ സമയം നമുക്ക് അതേക്കുറിച്ചൊന്ന് ചർച്ച ചെയ്യാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഏതൊരു കൃതിയും അതിന്റെ മഹത്വം വിളിച്ചറിയിക്കുന്നത് അതിന്റെ കർത്താവിലാണ് എന്ന് പറഞ്ഞാൽ, ആരാണോ അതിന്റെ രചയിതാവ്, ആരാണോ അതിന്റെ ഉപജ്ഞാതാവ്, അദ്ദേഹത്തിന്റെ മഹത്വമായിരിക്കും ആ പ്രൊഡക്റ്റിനെ ഏറ്റവും കൂടുതൽ മെച്ചമാക്കി കാണിക്കുന്നത്. ഏതെങ്കിലും ഒരു ഇലക്ട്രോണിക് സാധനമാണ് എങ്കിൽ അതിൽ ഏത് കമ്പനിയുടേത് എന്ന് നാം അന്വേഷിച്ചാൽ ആ വസ്തുവിന്റെ മഹത്വം അല്ലെങ്കിൽ അതിന്റെ ഫലം, അതേക്കുറിച്ചൊരു ധാരണ നമുക്കുണ്ടാകും. ഒരു പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന വസ്തുതയുടെ അടിസ്ഥാനത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിച്ചാൽ അത് എഴുതിയിരിക്കുന്ന അതിന്റെ രചയിതാവിന്റെ മഹത്വമാണ് ആ പുസ്തകത്തിന്റെ മഹത്വമായി കാണുക. അള്ളാഹുവിന്റെ മഹത്വമാണ് പരിശുദ്ധ ഖുർആനിന്റെ മഹത്വം, അള്ളാഹുവിന്റെ കലാമാണ്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വമാണ് പരിശുദ്ധ ഹദീസിന്റെ മഹത്വം. ഏത് കൃതിയും ലോകത്ത് അങ്ങനെയാണ്. ഇവിടെയാണ് അസ്സലാത്തുൻ നാരിയ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്. ഈ സ്വലാത്ത് ആരാണ് രചിച്ചത്? ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിക്കലാണല്ലോ സ്വലാത്തുകൾ. മനുഷ്യരിൽ നിന്നുള്ളതായ സ്വലാത്ത് പുണ്യ നബിക്ക് വേണ്ടിയിട്ടുള്ള ദുആയാണ്. യഥാർത്ഥത്തിൽ സ്വലാത്തിന് പറയപ്പെട്ടിട്ടുള്ള എല്ലാ നിബന്ധനകളും ഒത്തിണങ്ങിയിട്ടുള്ള ഒരു സ്വലാത്താണ് അസ്സലാത്തുൻ നാരിയ. ഈ സ്വലാത്തിന് അസ്സലാത്ത് തഫ്രീജിയ എന്നും പേര് പറയപ്പെടുന്നുണ്ട്. പഠിച്ചു വെച്ചോ, സ്വലാത്ത് നാരിയത്തിന്റെ മറ്റൊരു പേരാണ് അസ്സലാത്ത് തഫ്രീജിയ. പിന്നെ വേറൊരു പേരുണ്ട് അസ്സലാത്തു താസിയ എന്നും പേരുണ്ട്. അത്താസിയ, അസ്സലാത്തു താസിയ, അങ്ങനെ 3-4 പേരുകളിൽ ഈ സ്വലാത്ത് അറിയപ്പെടുന്നുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ അറിയുന്നത് അസ്സലാത്തു നാരിയ എന്ന പേരിലാണ്. ആരാണ് ഇത് രചിച്ചത്? ഒരഭിപ്രായം അനുസരിച്ച് മഹാനായ ഇമാം അശ്ശൈഖ് അസ്സയ്യിദ് താസി തങ്ങളാണ് ഇത് രചിച്ചത്. അതുകൊണ്ട് അസ്സലാത്തു താസിയ എന്ന് ഇതിന് പേര് പറയപ്പെടുന്നു. എന്നാൽ പ്രധാന അഭിപ്രായത്തിൽ ഈ സ്വലാത്ത് രചിച്ചത്, ഇതിന്റെ മുസന്നിഫ് മഹാനായ ഇമാം അൽ-അല്ലാമ അബ്ദുസ്സലാം ഇബ്നു മശീഷ് റളിയല്ലാഹു അൻഹു എന്ന മഹാനായ സൂഫി വര്യനായ പണ്ഡിതൻ. മഹാനായ അബ്ദുസ്സലാം ഇബ്നു മശീഷ് റളിയല്ലാഹു അൻഹു എന്ന സൂഫി വര്യനായ പണ്ഡിതന്റെ പ്രധാന ശിഷ്യനാണ് മഹാനായ മഹാനായ ഷെയ്ഖ് അബുൽ ഹസൻ അലിയിൻ സാദുലി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം സാദുലിയുടെ ഉസ്താദാണ് സ്വലാത്തുൻ നാരിയത്ത് രചിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പേര് അശ്ശൈഖുൽ അല്ലാമ അബ്ദുസ്സലാം ഇബ്നു മശീഷ് എന്നാണ്. അദ്ദേഹം വലിയ മഹാനായിരുന്നു. ചരിത്രം വളരെ വ്യക്തമാണ്. അദ്ദേഹത്തിന്റെ ജനനം വടക്കേ ആഫ്രിക്കയിലാണ്. അസ്സലാത്തുൻ നാരിയയുടെ മഹത്വം അറിയുമ്പോൾ ആദ്യം അറിയേണ്ടത് അതിന്റെ രചയിതാവിനെ കുറിച്ചാണ്. ഒരു വലിയ മനുഷ്യനാണ് ഇത് രചിച്ചത്. വടക്കേ ആഫ്രിക്കയിൽ അദ്ദേഹം ജനിച്ചു. അറബിയിൽ മഗ്രിബ് എന്ന് പറയാം. മൊറോക്കോ എന്നും പദമാറ്റം ചെയ്യപ്പെടാറുണ്ട്. മൊറോക്കോക്കാരനാണ്, വടക്കേ ആഫ്രിക്കക്കാരനാണ്, അങ്ങനെയൊക്കെ പറയാം. ഹിജ്റയുടെ 559 വർഷമാണ് അദ്ദേഹം ജനിച്ചത്. 67 വയസ്സ് വരെ ജീവിച്ചു. ഹിജ്റയുടെ 626 വഫാത്തായി. ആരെക്കുറിച്ചായി പറയുന്നൊരു ഓർമ്മ വേണം. അസ്സലാത്തുൻ നാരിയ ഉണ്ടാക്കിയിട്ടുള്ള മഹാനായ ആ പണ്ഡിതനെ കുറിച്ചാണ് പറയുന്നത്. മൊറോക്കോയിൽ നിന്നും ഏകദേശം പറയപ്പെടാവുന്ന ഒരു അകലത്തിൽ ത്വൻസ പട്ടണത്തിൽ നിന്നും
71 കിലോമീറ്റർ അപ്പുറത്തുള്ള ബനൂ ഉറൂസ് ജില്ലയിലാണ് അദ്ദേഹം ജനിച്ചത്. ത്വഞ്ച പട്ടണം മെഡിറ്ററേനിയൻ കടലിടുക്കും അറ്റ്ലാന്റിക് മഹാസമുദ്രവും ഒത്തുചേരുന്ന സംഗമ കേന്ദ്രമായ ത്വഞ്ച. ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾക്ക് സാക്ഷിയായിട്ടുള്ള ത്വഞ്ച. മജ്മഉൽ ബഹ്റൈൻ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് സൂറത്തുൽ കഹ്ഫിൽ ഈ ത്വഞ്ചയെ കുറിച്ച്. മഹാന്മാരായ സ്വഹാബത്ത് പരിശുദ്ധ ദീനുമായി പോയത് ത്വഞ്ച വരെ പോയ ചരിത്രമൊക്കെ കാണാൻ കഴിയും. ഈ ത്വഞ്ച പട്ടണത്തിൽ നിന്നും ഏകദേശം 71 കിലോമീറ്റർ അപ്പുറത്തുള്ള ബനൂ ഉറൂസ് ജില്ല, അവിടെയാണ് മഹാനായ അബ്ദുസ്സലാം ഇബ്നു മശീസ് റളിയല്ലാഹു അൻഹു എന്ന അസ്സലാത്തുൻ നാരിയയുടെ മുസന്നിഫ്, അതിന്റെ രചയിതാവ് പിറക്കുന്നത്. സയ്യിദാണ്, നബി കുടുംബത്തിലാണ് പിറന്നത്. തങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 15ാമത്തെ പേരക്കുട്ടിയാണ്. പരമ്പര പോകുന്നത് മഹാനായ ഹസൻ റളിയല്ലാഹു അൻഹുവിലൂടെയാണ്. മഹാനവറുകൾ സ്വപിതാവിൽ നിന്നും പരിശുദ്ധ ദീൻ പഠിച്ചു. നബി കുടുംബമാണല്ലോ. വഹഫിദൽ ഖുർആന വസിന്നുഹു ലാ തതജാവസു സാനിയ അശർ. 12 വയസ്സ് കഴിയുന്നതിന് മുന്നേ തന്നെ ഖുർആൻ പരിപൂർണമായി വളരെ ആഴത്തിൽ മനഃപ്പാഠമാക്കി. ഇന്നത്തെ ഹിഫ്ദിന്റെ സംവിധാനമല്ല. അന്നത്തെ സംവിധാനത്തിൽ അന്നത്തെ ഹാഫിദീങ്ങൾ ഖുർആന്റെ തഫ്സീറുകളും സബബുൻ നുസൂലും ആയത്തുകളുടെ മഫ്ഹൂമുകളും മഅലൂമുകളും ഒക്കെ കാണാതെ പഠിക്കുന്ന ഒരു സംവിധാനം. അന്ന് 12 വയസ്സ് പൂർണ്ണമായിട്ടില്ല. അതിനു മുന്നേ കാണാതെ പഠിച്ചു. അപ്പൊ മഹാപണ്ഡിതനാണ്. മാത്രവുമല്ല കാന യഅമലു ഫീ ഫലാഹത്തിൽ അർളി കബാഖി സുഖാനിൽ മിൻതഖ. ആ നാട്ടുകാർ അധികവും കൃഷിക്കാരാണ്. സ്ഥലം വടക്കേ ആഫ്രിക്കയാണ്. അധികവും കർഷകരാണ്. ആ നാട്ടുകാരായ കർഷകരെ പോലെ തന്നെ ഈ മഹാനും കൃഷിഭൂമിയിൽ വളരെ കുഞ്ഞു പ്രായത്തിൽ തന്നെ കൃഷിപ്പണി ചെയ്യുമായിരുന്നു. വലം യകുൻ മുത്തക്കിലൻ അലാ ഗൈരിഹി ഫി തദ്ബീരി ശുഊനി മആശി. അദ്ദേഹത്തിന്റെ ജീവിത ചെലവ് മറ്റൊരാൾ വഹിക്കാൻ അദ്ദേഹത്തിന് തമ്മീസായ വകതിരിവ് വന്ന ചെറിയ പ്രായം മുതൽക്ക് അദ്ദേഹം ഇഷ്ടപ്പെട്ടിട്ടില്ല, ആരെയും ഏൽപ്പിച്ചിട്ടില്ല. തന്റെ ജീവിത ചെലവ് സ്വന്തം നടത്തിപ്പോകുന്നത്. ഒരു വലിയ പേഴ്സണാലിറ്റിയാണ് ആ മഹാനുള്ളത്. വലിയ ഒരു ക്വാളിറ്റിയാണ് ആ ജീവിതത്തിനുള്ളത്. അങ്ങനെ അധ്വാനിച്ച് പണിയെടുത്ത് അതിബുദ്ധി കൊണ്ട് അമിതമായി ഒരാൾക്കും കണക്ക് കൂട്ടാൻ കഴിയാത്തതിലപ്പുറം വിജ്ഞാനം കരസ്ഥമാക്കിയ, വീടും കുടുംബവും തറവാടും പറഞ്ഞാൽ ശരിയായ സയ്യിദ് പരമ്പരയിൽ ജനിച്ച നബി കുടുംബത്തിൽ അംഗമാണ് മഹാനായ അബ്ദുസ്സലാം ഇബ്നു മശീസ് റളിയല്ലാഹു അൻഹു എന്ന അസ്സലാത്തുൻ നാരിയയുടെ മുസന്നിഫ്. മഹാനവറുകളുടെ പ്രധാന ശിഷ്യനാണ് മഹാനായ അബുൽ ഹസൻ അലി ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം ഷാദുലി റളിയല്ലാഹു അൻഹു ഇദ്ദേഹത്തിന്റെ ശിഷ്യനാണ്. മഹാനായ ഇമാം ഷാദുലി അദ്ദേഹത്തിന്റെ ഉസ്താദായ അസ്സലാത്തുൻ നാരിയയുടെ രചയിതാവായ മഹാനായ അബ്ദുസ്സലാം ഇബ്നു മശീസ് തങ്ങളെ കുറിച്ച് ഓർത്ത് പറയുന്നത് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നുണ്ട്. ഇമാം ഷാദുലി പറയുന്നു, വലിയ മഹാനായ സൂഫി, ഔസാനി ശൈഖി, എന്റെ ശൈഖ് അബ്ദുസ്സലാം ഇബ്നു മശീസ് എന്നവർ എന്നോട് വസിയത്തായി പറഞ്ഞേൽപ്പിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? فقال لا تنقل قدميك إلا حيث ترجو ثواب الله. അല്ലാഹു കൂലി തരുന്ന കാര്യത്തിനല്ലാതെ നിന്റെ കാല് പറിച്ചു വെക്കരുത് മോനെ. അള്ളാന്റെ ഭാഗത്തുനിന്ന് കൂലി കിട്ടുന്ന കാര്യങ്ങൾക്ക് മാത്രമേ നിന്റെ കാൽപാദങ്ങൾ സഞ്ചരിക്കാവൂ. എന്റെ ഉസ്താദ്, എന്റെ ഷെയ്ഖ് അബ്ദുസ്സലാം ഇബ്നു മശീസ് എന്നവർ എനിക്ക് തന്ന വസിയത്താണത്. അള്ളാഹു കൂലി തരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ നിന്റെ കാൽപാദങ്ങൾ നീ പറിച്ചു വെക്കാവൂ. വലാ തജ്ലിസ് ഇല്ലാ ഹൈസു തഅ്മനു ഗാലിബൻ മിൻ മഅസിയത്തില്ലാഹ്. എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു സദസ്സിൽ പോയിരുന്നാൽ, ആരുടെയെങ്കിലും കൂടെ ഇരുന്നാൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതൊന്നും സംഭവിക്കില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ പോകാൻ പാടുള്ളൂ, പോയിരിക്കാൻ പാടുള്ളൂ. ഒരു സദസ്സ് നീ
തെരഞ്ഞെടുക്കുന്നുവെങ്കിൽ അവിടെ ഒരു കാരണവശാലും ഉറപ്പായിട്ടും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതൊന്നും ഇവിടെ സംഭവിക്കില്ല എന്ന് നിനക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന സാധ്യതകൾ പരിശോധിച്ച് ഒരു സ്ഥലത്ത് നീ പോയിരിക്കാവൂ. ലോകം കണ്ട സൂഫിയോട് അദ്ദേഹത്തിന്റെ ഉസ്താദ് അസ്സലാത്തു നാരിയയോട് മുസന്നിഫ് കൊടുക്കുന്ന ഉപദേശം. പിന്നെയോ വലാ തസ്ഹബ് ഇല്ലാ മാ തസ്തഈനു ബിഹി അലാ ത്വാഅത്തില്ലാഹ്. ഒരാളെ കൂട്ടുകൂടുന്നുവെങ്കിൽ ആരെയാണ് നിന്റെ കൂട്ടുകാരനാക്കേണ്ടതെന്നറിയുമോ? അള്ളാഹുവിനെ വഴിപ്പെടാൻ നിന്നെ സഹായിക്കുന്നവനെ മാത്രമേ നിന്റെ കൂട്ടുകാരനാക്കാവൂ മോനെ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ളാഹുവിനെ വഴിപ്പെടുന്ന കാര്യങ്ങളിൽ സഹായം ചെയ്യുന്ന ആളെയല്ലാതെ മറ്റൊരാളെയും കൂട്ടിനായി തെരഞ്ഞെടുക്കരുതേ. അബ്ദുസ്സലാമിന് മശീശ് തങ്ങൾ തന്റെ പ്രിയ ശിഷ്യനായ മഹാനായ അബുൽ ഹസൻ അലിയിന് ഷാദുലി റഹ്മത്തുള്ളാഹി അലൈഹി കൊടുക്കുന്ന ഉപദേശങ്ങൾ എത്ര അർത്ഥവത്തായ ഉപദേശങ്ങൾ. ഇതൊക്കെ പറഞ്ഞു തന്ന മഹാനാണ് സ്വലാത്തു നാരിയ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരുപാട് ഫലങ്ങളുണ്ട് ഇതിന്. സമയാനുസരിച്ച് അതിലേക്ക് കടന്നു വരാം. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഏതായാലും അദ്ദേഹത്തിന്റെ ജനനം പറഞ്ഞു. അബ്ദുസ്സലാം ഇബ്നു മശീശ് എന്ന മഹാനവറുകളെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ജീവിത രീതികളും പഠന നിലവാരങ്ങളും പാണ്ഡിത്യവും തസവുഫും ഒക്കെ പറഞ്ഞു. ഓടിച്ചു പറയാം, അദ്ദേഹത്തിന്റെ മരണം ചരിത്രം ശ്രദ്ധിച്ച മരണമാണ്. അബ്ദുസ്സലാം ഇബ്നു മശീശ് എന്ന മഹാനായ പണ്ഡിതന്റെ മരണം ലോക ചരിത്രത്തിൽ ശ്രദ്ധേയമായ ഒരു മരണമാണ്. അസ്സലാത്തു നാരിയ കൃത്യമായ ചരിത്രരേഖയുള്ള മഹത്തായ സ്വലാത്ത. അതാരെങ്കിലും കെട്ടിച്ചമച്ചതല്ല, അത് ആര് രചിച്ചു എന്ന ചരിത്രം ലോകത്ത് സ്പഷ്ടമാണ്. അതിന്റെ രചയിതാവ് മരിക്കുന്ന രംഗം കണ്ടു. ചരിത്രത്തിൽ കാണാം, തസദ്ദാ ലിബ്നി അബീ തവാസിനിൽ കത്താമി അല്ലദി ദഅന്നുബുവ. അല്ലാഹുവിന്റെ ഹബീബിന്റെ ശേഷം നബിയാണെന്ന് പറഞ്ഞു വന്ന ഇബ്നു അബീ തവാസിനിൽ കത്താമി എന്ന കള്ളപ്രവാചകനോട് വടക്കേ ആഫ്രിക്കയിൽ വെച്ച് പോരാടിയ മഹാനവറുകൾ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയത്. അബ്ദുസ്സലാം ഇബ്നു മശീശ് റളിയല്ലാഹു അൻഹു ഈ കള്ളപ്രവാചകനായ ഇബ്നു അബീ തവാസിനിൽ കത്താമി എന്ന ആ വൃത്തികെട്ടവനുമായി ആദർശ യുദ്ധം നടത്തിയിട്ടുണ്ട്. ആ കാലഘട്ടത്തിലെ ചില ആളുകളിൽ ഈ കള്ളപ്രവാചകന്റെ വാദങ്ങൾ ജനങ്ങൾ വിശ്വസിക്കുന്ന പോലെ ചില ആളുകളിൽ സ്വാധീനമുണ്ടാക്കി. ഈ കള്ളപ്രവാചകന്റെ വാക്കുകൾ ജനങ്ങൾ കേൾക്കാൻ തുടങ്ങി. ആ സമയത്ത് കാലഘട്ടത്തിന്റെ ആവശ്യമെന്നോണം ഇടപെടുകയാ മഹാനായ അബ്ദുസ്സലാം ഇബ്നു മശീശ് റഹ്മത്തുള്ളാഹി അലൈഹി. മഹാനവറുകൾ ഈ കള്ളപ്രവാചകന്റെ സംസാരങ്ങളിലെ പണ്ഡിതോചിതമല്ലാത്ത കാര്യങ്ങളെ ജനങ്ങളുടെ മുന്നിൽ പച്ചയായി വർണ്ണിച്ചു കാണിച്ചു. അയാളുടെ വാദങ്ങളിലെ ന്യായക്കേടുകൾ മുഴുവനും തുറന്നു കാണിച്ചു. അതിലുള്ളതായ യുക്തിരഹിതമായ കാര്യങ്ങളെ തുറന്നു കാണിച്ചിട്ട് സമർത്ഥിച്ചു ജനങ്ങളുടെ മുന്നിൽ. ഈ പറയപ്പെടുന്ന ഇബ്നു അബീ തവാസിനിൽ കത്താമി എന്ന കള്ളപ്രവാചകൻ അയാള് വ്യാജനാണെന്ന് കൃത്യമായ രേഖ കൊണ്ട് അദ്ദേഹം സമർത്ഥിച്ചു. ഫഹമല അലൈഹി വഅലാ തബാഇഹി ബിൽ മന്തിഖ് വൽ അദില്ലത്തി ദീനിയ ഖൗലൻ വഅമലാ. ഭാഷാശാസ്ത്രം കൊണ്ടും തർക്കശാസ്ത്രം കൊണ്ടും വിജ്ഞാനത്തിന്റെ എല്ലാ ഭാഗങ്ങൾ കൊണ്ടും ഈ കള്ളപ്രവാചകനെതിരെ മഹാനവറുകൾ പരസ്യമായി രംഗത്ത് വന്നു. മഹാനവറുകൾ ആ കുതന്ത്രങ്ങളെ മുഴുവനും തച്ചു തകർത്തു, നേരിട്ടു. അതിനെതിരെ ജനങ്ങളെ പടനയിച്ചു. അവസാനം തഹജ്ജുദ് നിസ്കരിക്കാനും സുബഹി നിസ്കരിക്കാനുമായി പള്ളിയിലേക്ക് പോവുകയാ മഹാനായ അബ്ദുസ്സലാം ഇബ്നു മശീശ് റഹ്മത്തുള്ളാഹി അലൈഹി. തഹജ്ജുദ് നിസ്കരിക്കാനും സുബഹി നിസ്കരിക്കാനും പോകുന്ന മഹാനായ തങ്ങള് വയസ്സ് 67.
ആ വൃദ്ധനായ മനുഷ്യൻ പള്ളിയുടെ അരികിലേക്ക് പോകുന്നു. മഹാനവരുകൾ അവിടുത്തെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ശുദ്ധി വരുത്തുകയാണ്. فكملوا له حتى نزل من خلوته للوضوء والاستعداد للصلاة الصبح. സുബഹി നിസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ, തഹജ്ജുദ് നിസ്കാരത്തിനുള്ള ഒരുക്കങ്ങൾ, അതിനുവേണ്ട വുളൂ, മറ്റു സൗകര്യങ്ങൾ, ശുദ്ധീകരണങ്ങൾ. സ്വകാര്യമായ ഒരു മനുഷ്യൻ തന്റെ ത്വഹാറത്തിന് വേണ്ടി തെരഞ്ഞെടുക്കുന്ന കുളിമുറിയാകാം, അല്ലെങ്കിൽ വുളൂഇന്റെ സൗകര്യത്തിന് വേണ്ടി ഒരു മനുഷ്യൻ തെരഞ്ഞെടുക്കുന്ന ഭാഗമാവാം. എവിടെയായാലും തക്കം പാത്ത് ശത്രു ഒളിഞ്ഞിരുന്നു ഈ മഹാനവക വരുത്താൻ വേണ്ടി. എന്നിട്ടോ ഒളിഞ്ഞിരുന്ന മഹാനായ പണ്ഡിത കേസരിയെ വധിച്ചു കളഞ്ഞു. ആര്? ഇബ്നു അബീ തവാജിനിൽ കത്താമി എന്ന കള്ളപ്രവാചകന്റെ ഗുണ്ടകൾ മഹാനായ അബ്ദുസ്സലാം ഇബ്നു ബശീർ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന അസ്സലാത്തുൻ നാരിയയുടെ മുസന്നിഫിനെ വധിച്ചു കളഞ്ഞു. ഹിജറയുടെ 626-ാമത്തെ വർഷം പരിശുദ്ധമായ ജീവിതം വിരാമമിടുകയായി 67-ാമത്തെ വയസ്സിൽ. അങ്ങനത്തെ ആ മഹാനാണ് അസ്സലാത്തുൻ നാരിയ ഉണ്ടാക്കിയത്. ഞാൻ അതിന്റെ ചില ശ്രേഷ്ഠതകൾ മാത്രം പെട്ടെന്ന് പറയാം. ഇതിന്റെ വേറൊരു പേരാണ് സ്വലാത്ത് തഫ്രീജിയ. അസ്സലാത്തു തഫ്രീജിയ തൗഫർജു ബിഹിൽ ഖുറബു. തഫ്രീജിയ ആശ്വാസം നൽകുന്ന സ്വലാത്ത്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാത്തുൻ നാരിയ യാസീൻ പഠിച്ച പ്രായത്തിൽ തന്നെ നമ്മൾ കാണാതെ പഠിച്ചതാണ്. സമീപകാലത്ത് ചില പുത്തൻ ചിന്താഗതികൾ അതിൽ ശിർക്ക് ആരോപിക്കുന്നു. ശിർക്കാണെങ്കിൽ അള്ളാഹുവിന്റെ കൂടെ മറ്റുള്ളവരെ പങ്കു ചേർക്കലാണല്ലോ ഷിർക്ക്. അങ്ങനെയെങ്കിൽ ഖുർആൻ ഏറ്റവും വലിയ ഷിർക്ക്. കാരണം ഖുർആൻ പറഞ്ഞത് അത്തിയുല്ലാഹ വ അത്തിയുർ റസൂല, അള്ളാഹിനെയും വഴിപ്പെടണം റസൂലിനെയും വഴിപ്പെടണം എന്നാ ഖുർആൻ പറഞ്ഞത്. ഏറ്റവും വലിയ ഷിർക്ക് ഖുർആനാവും. അപ്പൊ നമ്മൾ കണ്ട മാനദണ്ഡങ്ങളല്ല ഷിർക്കിൻ്റെത്. അസ്സലാത്തുൻ നാരിയ കൃത്യമായ ഹദീസുകൾ കൊണ്ടാണ് നമ്മൾ പറയാൻ പോകുന്നത്. അതിൽ ഷിർക്കിന്റെ ഒരു ലാഞ്ചന പോലുമില്ല. കണ്ടോ, മഹാന്മാരായ ചരിത്ര പണ്ഡിതന്മാർ, തസവുഫിന്റെ പണ്ഡിതന്മാർ സ്വലാത്തുൻ നാരിയത്തിന്റെ മഹത്വം പറയുന്നത് കാണാം. മഹാനായ ശൈഖുൽ ആരിഫ് മുഹമ്മദ് ഹഖീ അഫ്നദിൻ നാസിലി തങ്ങള് അദ്ദേഹത്തിന്റെ ചരിത്ര പ്രസിദ്ധ ഗ്രന്ഥമായ ഖസീനത്തുൽ അസ്റാർ എന്ന കിതാബിൽ പറയുന്നുണ്ട് അസ്സലാത്തുൻ നാരിയയുടെ പ്രത്യേകതകൾ. കേട്ടോ, മഹാനായ ഇമാം ഖുർത്തുബി പറഞ്ഞതായി അശ്ശൈഖുൽ ആരിഫ് മുഹമ്മദ് ഹഖീ അഫ്നദിൻ നാസിലി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. ഇമാം ഖുർത്തുബി പറഞ്ഞതായി കേട്ടോ, അന്ന മൻ ദാവമ അലൈഹാ കുല്ല യൗമിൻ 41 മറ. അസ്സലാത്തുൻ നാരിയ ദിവസവും 41 പ്രാവശ്യം പതിവായി ആരെങ്കിലും ചൊല്ലിയാൽ എത്ര? 41. ഏറ്റവും നല്ല സമയം സുബഹി കഴിഞ്ഞിട്ട്. അസ്സലാത്തുൻ നാരിയ സുബഹി കഴിഞ്ഞാൽ സൗകര്യമുള്ളപ്പോ ഏറ്റവും അഫ്ദലായ സമയം സുബഹി കഴിഞ്ഞാൽ 41 വട്ടം ഒരാള് ചൊല്ലല് പതിവായി, അല്ലെങ്കിൽ അല്ലെങ്കിൽ 100 വട്ടം, അല്ലെങ്കിൽ 100-നേക്കാൾ കൂടുതൽ. എത്ര വർദ്ധിപ്പിച്ചാലും നല്ലത്. മിനിമം എത്രയാണ്? 41. പിന്നെ വിട്ടാൽ എത്രയാണ്? 100. ഇത് ദിവസവും മുടങ്ങാതെ ചെയ്യുന്ന കാര്യം പറഞ്ഞത്. അങ്ങനെ ചെയ്താൽ ഫറജല്ലാഹു ഹമ്മഹു, അവന്റെ മനസ്സിനെ അലട്ടുന്ന ടെൻഷൻ അല്ലാഹു നീക്കിക്കളയും. അവന്റെ നീറുന്ന ചിന്തകളെയും ആശങ്കകളെയും അല്ലാഹു ദൂരീകരിക്കും. അവന്റെ പ്രയാസങ്ങളിൽ അല്ലാഹു ആശ്വാസം നൽകും. അവന്റെ കാര്യങ്ങളെ അല്ലാഹു എളുപ്പമാക്കി കൊടുക്കും. അവന്റെ സ്വകാര്യതക്ക് അല്ലാഹു വെളിച്ചമേകും. അവന്റെ വ്യക്തിത്വത്തിന് അല്ലാഹു ഉയർച്ച നൽകും. അവന്റെ അവസ്ഥയെ അല്ലാഹു മെച്ചപ്പെടുത്തും. അവന്റെ ജീവിത സൗകര്യങ്ങളിൽ അല്ലാഹു ബറക്കത്ത് കൊടുക്കും.
അവന് കിട്ടേണ്ട എല്ലാ ഖൈറിന്റെ കവാടങ്ങളും അല്ലാഹു കൂടുതൽ കൂടുതലായി തുറന്നു കൊടുക്കും. വനഫദ കലിമതഹു ഫിറിയാസാത്ത്, അധികാരികളുടെ മുന്നിൽ ചെന്നുകൊണ്ട് 41 പ്രാവശ്യം അസ്സലാത്തുൻ നാരിയ ദിവസവും പതിവായി പാരായണം ചെയ്യുന്നവൻ, അല്ലെങ്കിൽ 100 വട്ടം അതിൽ കൂടുതലോ പാരായണം ചെയ്യുന്നവൻ അധികാരിയുടെ മുന്നിൽ ചെന്ന് വർത്തമാനം പറഞ്ഞാൽ ആ വാക്ക് തട്ടിക്കളയാൻ അധികാരികൾക്ക് സാധിക്കൂല. وأمنه من حوادث الدهر والشر النكبات الجوع والفقر وألقى له محبة في القلوب. ആ മനുഷ്യന്റെ എല്ലാവിധ പ്രകൃതിക്ഷോഭങ്ങൾ പുതുതായി അവരുണ്ടായി വരുന്ന വർത്തമാന സാഹചര്യത്തിലെ പ്രയാസങ്ങൾ എല്ലാം ഈ സ്വലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് കാവലാകും. മാത്രവുമല്ല ഇവന്റെ മനസ്സിൽ ഹബീബിനോടുള്ള ഇഷ്ടം അല്ലാഹു വർദ്ധിപ്പിച്ചു കൊടുക്കും. വലാ യസ്അലു മിനല്ലാഹി ശൈഅൻ ഇല്ലാ അഅതാഹു. അസ്സലാത്തുൻ നാരിയ 41 പതിവുള്ള മനുഷ്യന്റെ ദുആക്ക് ഇജാബത്തുണ്ട്. ولا تحصل هذه الفوائد إلا بشرط المداومة عليها. സ്വലാത്തുൻ നാരിയത്ത് കൊണ്ട് പറയപ്പെട്ട എല്ലാ നേട്ടങ്ങളും കിട്ടാൻ ഒരു നിബന്ധനയുണ്ട്. ആ നിബന്ധന ഇത് മുടങ്ങാതെ ആ പറയപ്പെട്ട എണ്ണം ചൊല്ലലാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. സ്വലാത്തുൻ നാരിയ ഒരെണ്ണെങ്കിലും ചൊല്ലുന്നവരുണ്ടോ? ഒന്ന് കയ്യ് പൊക്കൂ. മാഷാ അല്ലാഹ്, ഞാൻ തോറ്റുപോയി. ഞാൻ ചെല്ലാറൊക്കെണ്ട്. മാഷാ അല്ലാഹ്. സ്വലാത്തുൻ നാരിയ ജീവിതത്തിന്റെ ഭാഗമാക്കണം. വടക്കേ ആഫ്രിക്കക്കാര്, മൊറോക്കോക്കാർ ഇതിന് അസ്വലാത്തുൻ നാരിയ എന്ന് പേര് വെച്ചു. ശരിക്കും ഈ സ്വലാത്ത് അറിയപ്പെട്ടത് അസ്വലാത്ത് തഫ്രീജിയ എന്നാണ്. ലോകത്ത് അധിക ഭാഗങ്ങളിലും, ലോകം മുഴുവനും ഈ സ്വലാത്തുണ്ട്. ഈ സ്വലാത്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അധികവും അറിയുന്നത് അസ്വലാത്ത് തഫ്രീജിയ എന്നാണ്. അതിന്റെ എണ്ണത്തിലൊക്കെ ഒരുപാട് സിറുകളുണ്ട്. ഇതിന്റെ അക്ഷരങ്ങൾക്ക് ഓരോ പ്രത്യേകതകളുണ്ട്. ഞാൻ വിശദീകരിക്കുന്നില്ല. അക്ഷരങ്ങളുടെ അഭിജത് കണക്കിനൊക്കെ വലിയ പ്രത്യേകതകളുണ്ട്. ഇത് ചില്ലറക്കാരനല്ല ഇത് രചിച്ചത്. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടപെടലില്ലാതെ ഇങ്ങനെ ഒരു സ്വലാത്ത് ഉണ്ടാക്കാൻ പറ്റൂല. അത് മഹാനായ ഇമാം ബുസൂരി തങ്ങളുടെ ഖസീദത്തുൽ ബുർദയാണെങ്കിൽ പോലും മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇടപെടാതെ അത് ഉണ്ടായിട്ടില്ല. ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വപ്നത്തിൽ വരും, യഖ്ളത്തിൽ വരും. അല്ലാഹു നമുക്ക് ആസ്വദിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. പരിശുദ്ധ റബീഉൽ അവ്വലല്ലേ. ഈ സ്വലാത്തിന്റെ പ്രത്യേകത, മൊറോക്കോ നിവാസികൾ, വടക്കേ ആഫ്രിക്കക്കാർ ഇതിനെ അസ്വലാത്തുൻ നാരിയ എന്ന് പേര് വെച്ചു. ചിലർ പറയും ഇത് നരകത്തിലേക്ക് കൊണ്ടുപോകുന്ന സ്വലാത്താണ്, അതുകൊണ്ട് അന്നാരിയ, നരകത്തിന്റെ സ്വലാത്ത് എന്ന് പേര് വെച്ചത് അല്ല. അതിനിപ്പോ എന്താ പറയാ? അത് അൽ ജുനൂൻ ഫുനൂൻ എന്ന് പറയുന്ന പോലെ, ഭ്രാന്ത് പല കോലത്തിലാണ്. സഹോദരങ്ങളെ, സഹോദരിമാരെ, ഇതിന് തീയിന്റെ പവറാണ്. തീ പോലെയാ ഇത് കാര്യങ്ങൾ നടപ്പാക്കാം. വടക്കേ ആഫ്രിക്കയിലെ മൊറോക്കോക്കാരുണ്ടല്ലോ, ഈ സ്വലാത്ത് അവർ ഉപയോഗിച്ചത് എങ്ങനെയാണെന്നറിയുമോ? ഇദാറാദു തഹ്സീലൽ മത്ലൂബി ഔ ദഫഅൽ മർഹൂബി, പേടിക്കപ്പെടുന്ന ഒരു കാര്യത്തെ പ്രതിരോധിച്ച് നിർത്താൻ, അല്ലെങ്കിൽ തേടപ്പെടുന്ന ആഗ്രഹിക്കുന്ന ഒരു കാര്യത്തെ നേടിയെടുക്കാൻ അവർക്ക് അങ്ങനെ ഒരു തീരുമാനമുണ്ടെങ്കിൽ വടക്കേ ആഫ്രിക്കയിൽ ആ കാലം മുതൽ ഒരു സദസ്സിൽ എല്ലാവരും ഒരുമിച്ച് കൂടും. എന്നിട്ട് ഈ സ്വലാത്ത് അങ്ങ് പാരായണം ചെയ്യും. എത്ര പ്രാവശ്യമാണെന്നറിയുമോ? 4440 മറ, 4443 പറ്റൂല, 45 പറ്റൂല, 44. കഞ്ഞിക്കിടുന്ന ഉപ്പ് കൃത്യാവണ്ടേ? കുറഞ്ഞു പോയാലും അതിനൊരു പ്രയാസമല്ലേ, കൂടിപ്പോയാലും കൃത്യമായി ചൊല്ലണം. അതിന് അസർ കൂടുതലാവും. കഞ്ഞി കുടിക്കാനൊക്കെ പറ്റും, വിശപ്പും മാറും, ഒക്കെ ശരി തന്നെ. ആസ്വദിക്കണമെങ്കിൽ, അതിന്റെ പൂർണ്ണത കിട്ടണമെങ്കിൽ അതിന്റെ അളവ് കറക്റ്റ് ആയിരിക്കണം. സ്വലാത്ത് എത്രയും ചെല്ലാം, ഒക്കെ നല്ലതാണ്.
ഈ പറയപ്പെട്ട പതിവ് ബൊറോക്കോക്കാര് സൂഫികൾ കൊണ്ടുവന്ന പതിവ്, അതിലൂടെ അവർ അന്ന് കണ്ട ഫലം കാണണമെങ്കിൽ 4444 എന്ന സംഖ്യ കൃത്യമായിരിക്കണം. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരിമാരെ, ഫയനാലൂന മത്ലൂബഹും സരിഅ, എന്റെ വക പറഞ്ഞതല്ല, മഹാനായ ശൈഖുൽ ആരിഫ് മുഹമ്മദുൽ ഹഖ് അഫ്നദി അന്നാസിലി തങ്ങൾ അദ്ദേഹത്തിന്റെ ഖസീനത്തുൽ അസ്റാറിൽ ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ അവരങ്ങനെ സ്വലാത്തിന്റെ മജ്ലിസിലൊക്കെ ഇരുന്നിട്ട് സ്വലാത്ത് ചൊല്ലും. ഫയനാലൂന മത്ലൂബഹും, അവരുടെ ഉദ്ദേശം നേടാൻ അവർക്ക് പറ്റും. സരിഅ, പെട്ടെന്ന് കിട്ടൂന്ന, പെട്ടെന്ന് നടപ്പാവും. കന്നാർ, തീ പോലെ, തീ പോലെ. എങ്ങനെ? നല്ല ചൂടുള്ള സമയത്ത് വെള്ളം ഇങ്ങനെ ടാപ്പ് തുറന്ന് വെള്ളം ഒഴിച്ചിട്ട് അതിലിങ്ങനെ കൈ കാണിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് അതിന്റെ തണുപ്പ് നമ്മുടെ ശരീരത്തിന് എല്ലാ ഭാഗത്തിലും കിട്ടിക്കൊള്ളണമെന്നില്ല. ഒരു ചെറിയൊരു ആശ്വാസം കിട്ടുള്ളൂ. നിരന്തരമായി മണിക്കൂറുകളോളം ആ വെള്ളത്തിൽ ഇങ്ങനെ ബന്ധപ്പെട്ട് നിന്നാൽ അതിന്റെ ഒരു തണുപ്പ് കിട്ടും. ശരിയല്ലേ? നേരെ മറിച്ച് തീ അങ്ങോട്ട് കത്തിച്ചു വെച്ചിട്ട് കൈ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കുറെ നേരം വേണ്ട അതിന്റെ ഫലം കാണാൻ, തീയിന്റെ ചൂട് കിട്ടാൻ. പെട്ടെന്ന് കിട്ടുന്ന പോലെ വടക്കേ ആഫ്രിക്കക്കാർക്ക് ഇതിന്റെ ഫലമുണ്ടായിരുന്നു. മഹാന്മാർ പറയുന്നുണ്ട്, അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ വാക്കുകൾ മഹാന്മാരായ സൂഫിയാക്കളായ പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്നത് കാണാം. ഈ പറയപ്പെട്ട അസ്സലാത്ത് നാരിയ ഒരാൾ പതിവാക്കുന്ന ശീലമുണ്ടെങ്കിൽ تأخذ العلوم والأسرار عن النبي صلى الله عليه وسلم حتى تكون في تربيته المحمدية بالروحانية. ഹബീബായ നബിയിൽ നിന്ന് തന്നെ ഇൽമ പഠിക്കാൻ പറ്റുന്ന സ്വലാത്താണ് സ്വലാത്തുൻ നാരിയ. ഇൽമ എവിടുന്ന് കിട്ടും? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് കിട്ടും. ശംസുൽ ഉലമക്ക് കിട്ടിയ പോലെ, ഇമാം ബുഖാരിക്ക് കിട്ടിയ പോലെ, മഹാന്മാരായ അല്ലാഹുവിന്റെ ഔലിയാക്കൾക്ക് കിട്ടിയ പോലെ. എന്റെ പിൻഗാമിയായി പൊന്നുമോനെ നീ പോകണമെന്ന അഷൈഖ് അസ്സയ്യിദ് മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളോട് മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം तन्हाई के सब दिन तन्हाई के सब रातें अब होने लगे उनसे खलवत में मुलाकातें. ഒറ്റക്കിരിക്കുമ്പോ മുഹമ്മദിലെ ജൗഹറിന്റെ മുന്നിൽ വന്ന് നിന്ന് സംസാരിക്കും. അള്ളാഹു ആ ഒരു പ്രതീതി അനുഭവിക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു അനുഭവമായി നമ്മുടെ മുന്നിൽ വരട്ടെ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വപ്നത്തിലും വരും, യഖളത്തിലും വരും, ഉണർവിലും വരാം. അതൊക്കെ കഴിയുന്ന കാര്യങ്ങളല്ലേ? ഞാൻ ആ മുഅ്ജിസത്തിന്റെ വ്യാഖ്യാനങ്ങളിലേക്ക് കടന്നു വരുന്നില്ല. പലപ്പോഴും നമ്മൾ പറഞ്ഞതാണ്, മിഅ്റാജിന്റെ യാത്രയിൽ മഹാന്മാരായ അമ്പിയാക്കളുടെ ശരീരവും റൂഹും ഒത്തുചേർന്ന മനുഷ്യരൂപമാ ബൈത്തുൽ മുഖദ്ദസിന്റെ ആ ജമാഅത്തിൽ പങ്കെടുത്തതെന്ന് ഇബ്നു കസീർ രേഖപ്പെടുത്തുന്നുണ്ട്. സാധാരണ നബിമാർക്ക് അത് കഴിയുമെങ്കിൽ അഷ്റഫുൽ ഖൽഖിന് എപ്പോഴേ അത് കഴിയും. അള്ളാഹു നമുക്ക് ആസ്വദിക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാത്തുൻ നാരിയ പതിവാക്കുന്നവൻ പറയപ്പെട്ട എണ്ണം പുണ്യ നബിയിൽ നിന്നും സല്ലല്ലാഹു അലൈഹി വസല്ലം ഇൽമ പഠിക്കാൻ അവന് കഴിയും. രഹസ്യമായ പല ഇൽമുകൾക്കും അവന് കഴിയും. പിന്നെയോ അള്ളാഹുവിന്റെ ഹബീബിന്റെ ഇടപെടൽ കൊണ്ട് അവന്റെ റൂഹിനെ നന്നാക്കി എടുക്കാൻ പറ്റും. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഹാദാ മുജറബുൻ, ഇത് ആയിരക്കണക്കിന് മഹാന്മാർ പരീക്ഷിച്ച് അറിഞ്ഞ അറിവാണ്. മുജറബുൻ മുജറബു കസീരിൻ മിനൽ ഇഖ്വാൻ, ഒരുപാട് മഹത്തുക്കൾ ഇത് പരീക്ഷിച്ചിട്ടുണ്ട്. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാത്തുൻ നാരിയ. നീ കേട്ടോ, ഒരു 20 മിനിറ്റും കൂടി ഉണ്ട്. നമുക്ക് അസ്സലാത്തുൻ നാരിയയുടെ അർത്ഥമൊന്ന് പറയാം. എന്റെ കൂടെ ഇങ്ങോട്ട് വരണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. اللهم صل صلاة كاملة وسلم سلاما تاما
അലാ സയ്യിദിന മുഹമ്മദിനില്ലദീ അറിയാവുന്ന ഒരു തൻഹല്ലു ബിഹിൽ ഉഖാദു വതൻഫരിജു ബിഹിൽ ഖുറബു വതുഖലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിർ റഗായിബു വഹുസ്നുൽ ഖവാതിമി വയുസ്തസ്ഖൽ ഗമാമു ബിവജ്ഹിഹിൽ കരീം വഅലാ ആലിഹി വസ്വഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ നഫ്സല്ല വനഫസിൻ നഫസ് ഫഅന ഫതഹ നഫ്സ് ശരീരം നഫസ് ശ്വസനം ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക്കും അല്ലാഹുവേ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ ഒരു സ്വലാത്ത് ചെയ്യണേ തമ്പുരാനെ പൂർണ്ണമായ സ്വലാത്ത് പൂർണ്ണമായ സലാം നീ ചൊരിയണേ തമ്പുരാനെ വസല്ലം സലാമൻ താമന അലാ സയ്യിദന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് നബി ഇനി നബിയെ വർണ്ണിക്കാണ് നബിയുടെ മേൽ നീ ചൊല്ലണേ ചെയ്യണേ അത്രയും പറഞ്ഞു വഅലാ ആലിഹി വസഹ്ബിഹി ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക ആ നബിയുടെ ആല സ്വഹാബിനൊക്കെ ചെയ്യണേ ഫീ കുല്ലി ലംഹ ഓരോ സെക്കൻഡുകളിലും വനഫസിൻ ഓരോ ശ്വസന നേരങ്ങളിലും എന്റെ ഓരോ ശ്വസന നേരങ്ങളിലും നീ ചെയ്യണേ ലോകത്തുള്ള എല്ലാ സൃഷ്ടിചരാചരങ്ങളുടെയും ഓരോ ശ്വസനങ്ങൾ നടക്കുന്ന സമയങ്ങളിലൊക്കെ നീ ചെയ്യണേ ഓരോ സെക്കൻഡുകൾ ചെയ്യണേ ഫീ കുല്ലി ലംഹത്തിൻ വനഫസിൻ ബിഅദദി കുല്ലി മഅലൂമിൻ ലക നിന്റെ കയ്യിലുള്ള അറിവിന്റെ ആഴവും അതിന്റെ പരപ്പും അടിസ്ഥാനപ്പെടുത്തി അത്രയും നീ ചെയ്യണേ എന്ന് പുണ്യ നബിക്ക് സ്വലാത്ത് ചൊല്ലാണ് ഇതിന്റെ ഇടയിൽ അല്ലദി മുതൽക്ക് ഇങ്ങോട്ടുള്ളത് നബിയെ വർണ്ണിക്കലാണ് അത് അംഗീകരിക്കാനാണ് പ്രയാസം ബാക്കിയുള്ളതിൽ പ്രശ്നമില്ല നമ്മൾ ഈ പറഞ്ഞതിൽ ഒന്നും പ്രശ്നം ആർക്കും തർക്കങ്ങളില്ല അല്ലദി മുതൽക്ക് ഇങ്ങോട്ടുള്ളതിലാണ് തർക്കമുള്ളത് നമുക്ക് നോക്കാം അല്ലദി ഏത് നബി തൻഹല്ലു ബിഹിൽ ഉഖദു ആ നബിയെ കൊണ്ട് ഏത് അഴിയാത്ത കെട്ടുകളും അഴിയും അല്ലാഹു നമുക്ക് അഴിച്ചു തരുമാറാവട്ടെ എന്താ തർക്കം ആ നബിയെ കൊണ്ട് ഒരുപാട് പ്രയാസങ്ങളും കെട്ടുകളും അഴിയാറുണ്ട് ആ നബിയെ കൊണ്ട് ഒരുപാട് പ്രയാസങ്ങൾ നീങ്ങിപ്പോവാറുണ്ട് ആ നബിയെ കൊണ്ട് ഒരുപാട് ആവശ്യങ്ങൾ നേടാറുണ്ട് ആ നബിയെ കൊണ്ട് ഒരുപാട് മോഹങ്ങൾ നടപ്പാക്കപ്പെടാറുണ്ട് ആ നബിയെ കൊണ്ട് അന്ത്യം നന്നായി മരിക്കാൻ കഴിയാറുണ്ട് ആ നബിയെ കൊണ്ട് മഴ കിട്ടാറുണ്ട് ബിവജ്ഹിഹിൽ കരീം ആ മഹാനായ നബിയുടെ മാന്യമായ ദേഹത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഇതൊക്കെ ഉണ്ടാവാറുണ്ട് അതാണ് അതിലാണ് പ്രശ്നം നീ നോക്കിക്കോ ഈ പറഞ്ഞതൊക്കെ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം അല്ലദീ തൻഹല്ലു ബിഹിൽ ഉഖദു ആ നബിയെ കൊണ്ട് പ്രശ്നങ്ങളും പ്രയാസങ്ങളൊക്കെ കെട്ടഴിഞ്ഞു പോയിട്ടുണ്ട് ഇല്ലേ ഉണ്ട് ഇല്ലാന്ന് പറയുന്ന ഒരു സ്വഭാവം നമുക്കില്ല എന്നാലും ഒന്ന് കേട്ടോ നമ്മുടെ ഒരു ആശ്വാസത്തിന് ഹബീബിനെ കൊണ്ട് എല്ലാ കെട്ടുകളും അഴിഞ്ഞു പോവാറുണ്ട് സ്വഹീഹുൽ ബുഖാരിയിൽ ഒരു ഹദീസ് കാണാം അൻ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ശ്രദ്ധിച്ചേക്കണം സയ്യിദുനാ ജാബിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു വലിയ മഹാനായ സ്വഹാബിയാണ് മഹാനവറുകൾ വരുന്നു അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കലേക്ക് ഹദീസ് ബുഖാരിയിലുണ്ട് അന്ന അബാഹു തുവഫിയ വഅലൈഹി ദൈനുൻ ഫഅതൈതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖുൽതു ഇന്ന അബീ തറക അലൈഹി ദൈന ജാബിർ ഇബ്നു അബ്ദുല്ലാ തങ്ങൾ പറയുന്നു അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുക്കൽ വന്നിട്ടാ പറയുന്നത് നബിയേ എന്റെ വാപ്പ മരണപ്പെട്ടു നബിയെ വാപ്പ മരിച്ചപ്പോൾ ഒരുപാട് കടബാധ്യതകൾ വാപ്പ ബാക്കിയാക്കിയിട്ടുണ്ട് അതുകൊണ്ട് രക്ഷയില്ല നബിയെ വലൈസ ഇൻദി ഇല്ലാ മാ യഖ്റുജു നഖ്ലഹു വലാ യബ്ലുഗു മാ യഖ്റുജു സിനീന മാ അലൈഹി ആകെയുള്ള വരുമാനം ഒരു ഈത്തപ്പനയാണ് നബിയെ അതിൽ നിന്നും കിട്ടുന്നതായ ഈത്തപ്പഴം കൊണ്ട് വാപ്പായുടെ കടം വീട്ടാൻ പറ്റൂല നബിയെ അതുകൊണ്ട് എന്റെ കൂടെ ഒന്ന് വീട് വരെ വരുമോ നബിയെ വാപ്പാടെ കടക്കാര് വീട്ടിൽ വന്ന് ബഹളം വെച്ച് മരിച്ചുപോയ എന്റെ വാപ്പാനെ വഷളാക്കാതിരിക്കാൻ വേണ്ടി അങ്ങ് എന്റെ കൂടെ ഒന്ന് വീട്ടിൽ വരുമോ
കയ്യിലുള്ളത് ഒരു ഈത്തപ്പനയിൽ നിന്നും കിട്ടിയ കുടുംബം കഴിയുന്ന ഈത്തപ്പഴത്തിന്റെ ഒരു ചെറിയ കൂമ്പാരം മാത്ര. അതുകൊണ്ട് കുടുംബം കഴിയാനേ ഉള്ളൂ. കടക്കാരെ പിടിച്ചു നിർത്താൻ അതുകൊണ്ട് പറ്റൂല നബിയെ. വഷളാവാ എന്റെ വാപ്പ, വീട്ടിലേക്കൊന്ന് വരണേ നബിയെ സല്ലല്ലാഹു അലാ മുഹമ്മദ്. ഹബീബായ നബി തങ്ങൾ മടി കൂടാതെ ആ സഹാബിയുടെ കൂടെ ചെല്ലുകയാണ്. ആ സഹാബിയുടെ കൂടെ പോയിട്ട് മഹാനായ പ്രവാചകൻ കൂമ്പാരം കയറ്റി വച്ചിരിക്കുന്ന ആ ചെറിയ ഈത്തപ്പനയുടെ ഈത്തപ്പഴത്തിന്റെ കൂമ്പാരത്തിന്റെ ചുറ്റിലും പ്രവാചകനൊന്ന് നടന്നു. എന്നിട്ടോ അവിടെ നിന്നുകൊണ്ട് ബറക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. ആർക്ക് വേണ്ടി? ജാബിർ ബിൻ അബ്ദില്ലാ എന്ന മഹാനായ സഹാബിക്ക് വേണ്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ ദുആ ചെയ്തു. സുമ്മ ആഖറ, ദുആ കഴിഞ്ഞിട്ട് പിന്നെയും അതിന്റെ ചുറ്റും നടന്നു. ഒരല്പം ഈത്തപ്പഴം കൂമ്പാരം കയറ്റി വെച്ചിരിക്കുന്നു. അത് കുടുംബത്തിന്റെ ചെലവിനുള്ളത് തന്നെ ഇല്ല, ആകെ ഉള്ളതാ വരുമാനം. കടക്കാരിങ്ങനെ ക്യൂ നിൽക്കാം. വഷളാവും മരിച്ചുപോയ വാപ്പ. ഞാനത് കേൾക്കാൻ എന്നെ കൊണ്ട് പറ്റൂല. അബ്ദുള്ള എന്ന മഹാനായ വാപ്പ ജാബിർ എന്ന മകനാൽ ഇവിടെ ഖബറിൽ ആശ്വാസത്തിലേക്ക് എത്താൻ പോവാ. മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിൽ വന്നിരുന്ന് ദുആ ചെയ്ത ഈത്തപ്പഴം. ഇത് കഥയല്ല, ബുഖാരിയുടെ ഹദീസാണ്. എന്നിട്ടോ കാണാം ചരിത്രത്തിൽ ഇമാം ബുഖാരി അവിടുത്തെ സ്വഹീഹിൽ തുടരുന്നു. സുമ്മ ജലസ അലൈഹി, ചെറിയ കൂമ്പാരമായി വെച്ചിരിക്കുന്ന ഈത്തപ്പഴത്തിന്റെ അരികിൽ അല്ലാഹുവിന്റെ ഹബീബ് ഇരുന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, ഇൻസറുഹു, ഇത് ഓരോരുത്തർക്കും ആവശ്യമുള്ള അളവനുസരിച്ചുകൊണ്ട് അളന്നു കൊടുക്കൂ. അവരുടെ കടത്തിന്റെ തോതനുസരിച്ച് അളന്നു കൊടുക്കൂ. ജാബിറേ, മുഹമ്മദ് റസൂലുള്ളാഹി. ജാബിർ റളിയല്ലാഹു അൻഹു ഓരോരുത്തരോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര ഉള്ളത്? നിങ്ങൾക്ക് ഇത്രയും. അതിന് എത്ര കിലോ ഈത്തപ്പഴം തൂക്കം? ഇത്ര കിലോ. പഴയ കാലത്ത് നെല്ലളന്ന് കൊടുത്ത പോലെ കൊയ്യാൻ വിളിച്ച കൂലി എന്താ കൊടുക്ക? എന്റെ വീട്ടിൽ കൃഷി ഉണ്ടായിരുന്നു, എനിക്ക് ഓർമ്മയുണ്ട്. പൈസ അല്ല കൊടുക്ക, നെല്ല കൊടുക്ക. എന്തോ 6 പറയ്ക്ക് 1 പറ എന്ന കണക്കെട്ടായിരുന്നു. അങ്ങനെ കൊടുക്കാം. പണത്തിന് പകരം ഈത്തപ്പഴം കൊടുക്കുന്ന ഒരു കാലം കടമങ്ങനെയായിരുന്നു. ഇന്നും അങ്ങനെയൊക്കെ തന്നെയാണ്. ഓരോ വസ്തുക്കളിൽ ആ സാമ്പത്തിക മൂല്യം കണക്കാക്കും. അതങ്ങനെ കൊടുത്തു. ഇനി ജാബിർ തങ്ങൾ പറയട്ടെ, മഹാനവരകൾ ജനങ്ങൾക്ക് കൊടുക്കേണ്ട കടബാധ്യതക്കനുസരിച്ച് ഇതിൽ നിന്നും കോരി കോരി അളവ് പാത്രം നിറച്ചു കൊടുക്കുമ്പോഴും എല്ലാവർക്കും കൊടുക്കാനുള്ളത് ഇവിടെയില്ല. എല്ലാവരും സ്വീകരിക്കാൻ വരുന്നത് ഇവിടെ ഉള്ളതിന്റെ എത്രയോ ഇരട്ടിയാ. പക്ഷേ സ്വീകരിച്ചു കൊണ്ടുപോയത് കുറെയുണ്ടല്ലോ. അതിനേക്കാളും ഏതായാലും കൊടുക്കും തോറും ഇവിടെ കൂടി വന്നുകൊണ്ടേയിരുന്നു. സഹീഹുൽ ബുഖാരി വമിനൽ യസീരി സഖാവ അതഅമ ജൈശഹു ഹത്ത കതഫു വയസീറുഹു ലം യൻഫദി യാ റബ്ബി സല്ലി അലൻ നബി മുൻജിൽ ഖലായിഖി മിൻ ജഹന്നമ ഫീ ഗദി. സലാത്തുൻ നാരിയത്തിന്റെ അർത്ഥം എന്താ? തൻഹല്ലു ബിഹിൽ ഉഖദു. നബിയെ കൊണ്ട് കടബാധ്യതയുടെ കെട്ടാണോ? അതഴിയും. അഴിഞ്ഞിട്ടുണ്ട്. അത് ജീവിച്ചിരുന്ന നബിയെ കൊണ്ടല്ലേ ഉസ്താദെ. മരിച്ചുപോയാൽ നടക്കോ? ആരാ പറഞ്ഞത് മരിച്ചുപോയാൽ നടക്കൂല? മരിച്ചുപോയാൽ നടക്കും. അതുപോലെ തന്നെ ഖുർആൻ. അല്ലെങ്കിൽ എന്തിനാ മരിച്ചുപോയ നബിയോട് ജീവിച്ചിരുന്നവർ ചൊല്ലിയ സലാം തന്നെ ചൊല്ലിയിട്ടല്ലേ നമ്മൾ നിസ്കരിക്കാം? അസ്സലാമു അലൈക അയ്യുഹൻ നബിയു. ഈ സലാം എന്റെ അടുത്തിൽ എത്തിയാൽ ഉടൻ തന്നെ ഞാൻ ഉത്തരം ചെയ്യാതെയില്ല എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ജീവിച്ചിരുന്നവർ ജീവിച്ചിരുന്ന നബിയോട് ചൊല്ലിയ അതേ സലാം മരിച്ചുപോയ നബിയോട് നമ്മൾ ചൊല്ലും. അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് കാര്യങ്ങൾ ഗൈബാണ്.
അതിലങ്ങോട്ട് കണ്ണടച്ച് വിശ്വസിക്കണം. ചകയാൻ നിന്ന് കഴിഞ്ഞാൽ ഇസ്ലാമില്ല. അതുകൊണ്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, യുക്തിക്ക് ഇസ്ലാം സ്ഥാനം കൊടുക്കുമായിരുന്നെങ്കിൽ. മിഷ്കാത്തിലുണ്ട് ഹദീസ്. ഖുഫ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. ഇന്നത്തെ ഷോക്സ് അല്ല കേട്ടോ, ഖുഫ വേറെ. ഖുഫ തടവുന്നത് ഇവിടെയാ, അതായത് ഈ കണങ്കാലിന്റെയും മുട്ടുകാലിന്റെ ഇടയിലുള്ള ഭാഗം ഖുഫ തടവുക. ഈ തടവുന്ന എന്തിനാ? ഒളൂയിൽ കാലാണ് കഴുകുന്നതെങ്കിൽ ആ കഴുകലിന് പകരാണ് എവിടെ തടവുന്നത്? ഈ കണങ്കാലിന്റെയും മുട്ടിന്റെ ഇടയിലുള്ള ഭാഗത്താണ് തടവുന്നത്. യുക്തി അനുസരിച്ച് എവിടെയാ തടവേണ്ടത്? കണങ്കാല് മുതൽ താഴേക്കുള്ള ചവിട്ടി നടക്കുന്ന ആ കാലത്തിന്റെ പാദഭാഗത്താ തടവേണ്ടത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, എനിക്ക് മേലുവേദനയൊക്കെ ഇരുന്നിട്ട് അതുകൊണ്ട് ഞാൻ എണീറ്റില്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഇസ്ലാമിൽ യുക്തി ഉണ്ടായിരുന്നെങ്കിൽ ഈ രീതിയിലല്ല വരാ. അതുകൊണ്ട് ഇത് യുക്തിയുടെ മതമല്ല, ഇത് ഗൈബിൽ വിശ്വസിക്കാം. അങ്ങനെ അള്ളാഹിനെ കണ്ട് വിശ്വസിക്കണ്ടേ? മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൊണ്ട് ഏത് അഴിയാത്ത കെട്ടുകളും അഴിയുമെന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. വതൗഫരുജു ബിഹിൽ ഖുറബു വതുഖല്ലാ ബിഹിൽ ഹവായിജു വതുനാലു ബിഹിർ റഗായിബു വഹുസ്നുൽ ഖവാതിം. ഹബീബിനെ കൊണ്ട് എല്ലാ നിലക്കുമുള്ള പ്രയാസങ്ങൾ നീങ്ങുകയാണ്. കാണാമല്ലോ ഹദീസിൽ മഹാന്മാരായ സ്വഹാബത്തിന്റെ അനുഭവം കാണാം. കിതാബു തിബ്ബ് എന്ന അധ്യായത്തിൽ ഇമാം ബുഖാരി തന്നെ കുറിക്കുന്നുണ്ട്. മഹാനായ യസീദ് റളിയല്ലാഹു അൻഹു പറയുന്നു, റഅയ്തു അസറ ളർബത്തിൻ ഫീ സാഖി സലമാ. ബദരീങ്ങളിൽപ്പെട്ട സ്വഹാബിയാണ് സലമ റളിയല്ലാഹു അൻഹു. സലമ റളിയല്ലാഹു അൻഹുവിന്റെ കാലിന്റെ പിൻഭാഗത്ത്, ഉപ്പൂറ്റിയോട് ചേർന്ന ഭാഗത്ത് വാളിന്റെ ഒരു വെട്ടല് ഞാൻ കണ്ടിട്ടുണ്ട്. വാള് കൊണ്ട് വെട്ടിയ അടയാളം കണ്ടിട്ടുണ്ട്. ആര് പറയാ? യസീദ് റളിയല്ലാഹു അൻഹു പറയുന്നു, സലമത്ത് ബിൻ അക്വഅന്റെ കാൽ തണ്ടിൽ ഞാൻ വാളിന് വെട്ടിയ അടയാളം കണ്ടു. ഫഖുൽതു, ഞാൻ ചോദിച്ചു, മാ ഹാദിഹി സലമ, ഇത് എന്താണ് ഈ അടയാളം? മഹാനായ സലമത്ത് ബിൻ അക്വഅ പറഞ്ഞു, അസാബത്നി യൗമ ഖൈബർ, ഖൈബറിൽ എനിക്ക് കിട്ടിയ പരിക്കാണ്. യസീദിനോട് പറയുന്നു റളിയല്ലാഹു അൻഹു, ഖൈബർ യുദ്ധത്തിൽ എനിക്കേറ്റ പരിക്കാണത്. അന്ന് ആ കാലിന്റെ ഭാഗത്ത് വെട്ടേറ്റപ്പോൾ ഞാൻ നിലം പതിച്ചു. ആ സമയത്ത് ജനങ്ങൾ മുഴുവൻ പറഞ്ഞു, കുതിരപ്പുറത്ത് നിന്നും താഴെ വീണ സലമ മരിച്ചിട്ടുണ്ട്. ഉസീബ സലമ, സലമ കുതിരപ്പുറത്തുനിന്ന് യുദ്ധക്കളത്തിൽ താഴെ വീണത് മരിച്ചാ വീണത് എന്ന് ജനങ്ങൾ പറഞ്ഞു. മഹാനായ സലമ റളിയല്ലാഹു അൻഹു പറയാം, അങ്ങനെ ജനങ്ങൾ പറയുന്നത് ഞാൻ കേട്ടെന്റെ ബോധം പോയിട്ടുണ്ടായില്ല. അങ്ങനെ എന്റെ ശരീരത്തെ ജീവന്റെ മിടിപ്പ് കണ്ടപ്പോൾ, ഹൃദയം കടന്ന് സ്പന്ദിക്കുന്ന കണ്ടപ്പോൾ, കണ്ണിമകൾ പരസ്പരം ഇറുകുന്നത് കണ്ടപ്പോ, ആരൊക്കെയോ എന്നെ എടുത്തു പൊക്കി കൊണ്ടുപോയി. ഫഉതിയ ബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പുന്നാര നബി തങ്ങളുടെ അടുക്കൽ കൊണ്ടുപോയി എന്നെ കെടുത്തി. ആ സമയത്ത് മരിച്ചു വീണു എന്ന് പറഞ്ഞ അത്ര ഗൗരവമായ അപകടത്തിലാ ഞാൻ പെട്ടത്. ചെറിയ അപകടമല്ല. ഞാൻ അവിടെ കിടക്കുമ്പോൾ മൂന്ന് വട്ടം അല്ലാഹുവിന്റെ ഹബീബന്റെ ശരീരത്തിൽ ഊതി. ഇസ്ഫി എന്ന് പറഞ്ഞ എന്റെ ശരീരത്തിൽ 3 വട്ടം ഊതി. ഇവിടെ എന്റെ ഹദീസ് സ്വഹീഹുൽ ബുഖാരി, അധ്യായം കിതാബു തിബ്ബ് എന്ന അധ്യായം, ചികിത്സയെ കുറിച്ച് പറയുന്ന അധ്യായം. ഹബീബായ നബി തങ്ങൾ എന്റെ ശരീരത്തിൽ 3 വട്ടം ഊതി. 3 വട്ടം ഊതിക്കഴിഞ്ഞു. എന്റെ അസുഖം, എന്റെ അസ്വസ്ഥതകളൊക്കെ മാറി. ഇന്ന് വരെ, ഈ സമയം വരെ, യസീദേ, നീ എന്നോട് ചോദിക്കുന്ന ഈ നേരം വരെ ആ മുറിവ് എനിക്കൊരു പ്രോബ്ലം ആയിട്ടില്ല, എനിക്കൊരു പ്രയാസം തന്നിട്ടില്ല. ആ ഊത്തോട് കൂടെ അത് അവിടെ തീർന്നു. സ്വലാത്തിന്റെ അർത്ഥം അല്ലദീ തൻഫരിജു ബിഹിൽ ഖുറബു തൻഹല്ലു ബിഹിൽ ഉഖദു വതൻഫരിജു ബിഹിൽ ഖുറബു വതുഖ്ലാ ബിഹിൽ ഹവായിജു. നബിയെ കൊണ്ട് ബുദ്ധിമുട്ട്, പ്രയാസങ്ങൾ പോകും. കെട്ട് അഴിയാത്ത ഏത് കെട്ടും അഴിയും, ആവശ്യങ്ങൾ നിറവേറും.
ആവശ്യങ്ങൾ നിറവേറും. കാണാം ഇബ്നു അബീ ശൈബ തന്റെ മുസന്നഫിൽ രേഖപ്പെടുത്തുന്നുണ്ട്, അൻ ഹബീബ് ഇബ്നു ഹബീബിൻ ഖാല ഇന്നഹു ഉസീബ യൗമ ബദ്രിൻ ദർബത്തുൻ അലാ അതിഖിഹി. ഹബീബ് ഇബ്നു ഹബീബ് തങ്ങളുടെ ചുമലിന്റെ ഭാഗത്ത് ബദർ യുദ്ധത്തിൽ വെച്ച് ഒരു വലിയ വെട്ട് ഏറ്റു. ആ വെട്ടിൽ ശരീരത്തിന്റെ ഒരു ഭാഗം പൊളിഞ്ഞ് മലർന്നു പോയി. ശരീരം പൊളിഞ്ഞു പോയി, മലർന്നു പോയി. ആ സമയത്ത് ഫറദ്ദഹു, തൊട്ടടുത്ത് മുഹമ്മദ് റസൂലുള്ളാഹി ഉണ്ടായിട്ടുണ്ടാവാം. ഫറദ്ദഹു റസൂലുള്ളാഹി ഫന്നഫസ അലൈഹി ഹത്താ സഹ. അതങ്ങ് ചേർത്ത് പിടിച്ചിട്ടൊന്ന് തലോടി, എന്നിട്ടൊരു ഊത്തങ്ങൂതി. ആരാ? ലോകത്തിന്റെ ചക്രവർത്തി, ലോകത്ത് വന്നു പോയ മുഅ്ജിസത്തുകളുടെയും കറാമത്തുകളുടെയും നേതാവ് നബി മുഹമ്മദ് മുസ്തഫ മഹാനവറുകൾക്ക് ആ മുറിവ് ഒരു അടയാളം പോലും ഉണ്ടാവാത്ത വിധം സ്വഹീഹായി. എവിടെയുണ്ട്? ഇബ്നു അബീ ശൈബയുടെ മുസന്നഫിൽ. ഈ അർത്ഥത്തിലാ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധിമുട്ട് പ്രയാസങ്ങളിൽ ഇടപെടാം. ഒരുപാട് സംഭവങ്ങൾ പറയാനുണ്ട്. അങ്ങനെ പറഞ്ഞ് സലാത്തുൻ നാരിയത്തില് നമ്മൾ പറയുന്നുണ്ടല്ലോ, എന്തിനേറെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം പോലും ഈ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബറക്കത്ത് കൊണ്ട് ചോദിച്ചിട്ടാ തൗബ സ്വീകരിച്ചത്, എന്റെ വകയല്ല. ഇമാം ഹാക്കിം അവിടുത്തെ മുസ്തദ്റക്കിൽ ആ ഹദീസ് പറയുന്നുണ്ട്. അങ്ങനെയുണ്ട്. ആദം നബി പോലും ആ കാലത്തെ ഈ റസൂലിനെ കുറിച്ച്, ഏത് റസൂല്? ഹവ്വ റളിയല്ലാഹു അൻഹയ്ക്ക് മഹർ കൊടുത്തത് ഒരഭിപ്രായത്തിൽ 3 സ്വലാത്ത്, ഒരഭിപ്രായത്തിൽ 10 സ്വലാത്ത്, മറ്റൊരു അഭിപ്രായത്തിൽ 20 സ്വലാത്ത്. മഹർ കൊടുത്തത് മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത്. ആ സ്വലാത്തിന്റെ ഉടമയെ ആദം നബിക്ക് അറിയാം. കണ്ടു, ഹാക്കിമിന്റെ ഹദീസ് മുസ്തദറക്കിലുണ്ട്. ലമ്മ ഖത്തറഫ ആദം അലൈഹിസ്സലാം അൻ ഉമർ ഇബ്നു അൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഖാല റസൂലുള്ളാഹി ലമ്മ ഖത്തറഫ ആദമുൽ ഖത്തിയത. ആദം നബിക്ക് സ്വർഗ്ഗത്തിൽ വെച്ച് അബദ്ധം സംഭവിച്ചു. ഖാല റബ്ബി അസ്അലുക ബിഹഖി മുഹമ്മദിൻ ലിമാ ഗഫറത ലി. ഭൂമിയിൽ വന്നിട്ട് തൗബ ചെയ്യാ. മഹാനവറുകൾ ഭൂമിയിൽ വന്നിട്ട് 300 കൊല്ലം കരച്ചിൽ തന്നെയായിരുന്നു. 300 കൊല്ലം കരഞ്ഞു. ആദ്യത്തെ 40 കൊല്ലം മുകളിലേക്ക് നോക്കിയിട്ടില്ല. ദുർറുൽ മൻസൂറിൽ ജലാലുദ്ദീൻ സുയൂത്തി രേഖപ്പെടുത്തുന്നു. ആദം നബിയുടെ ദുആ കേട്ടോ, യാ റബ്ബി അസ്അലുക ബിഹഖി മുഹമ്മദിൻ ബിമാ ലിമാ ഗഫറത ലി. അല്ലാഹുവേ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹഖ് കൊണ്ട് ചോദിക്കാ എനിക്ക് നീ പുറത്തു തരണേ. ഫഖാല അല്ലാഹു, അല്ലാഹ് ചോദിച്ചു ആദം നബിയോട്, എന്ത് വർത്താനായി പറയണത്? ഹഖുൻ ജാഹും ബർക്കത്തൊന്നും പറയാൻ പാടില്ല, അങ്ങനെയല്ല അല്ലാഹ് പറഞ്ഞത്. അല്ലാഹു ആദം നബിയോട് ചോദിക്കുകയാണ്, യാ ആദമു വകൈഫ അറഫ്ത മുഹമ്മദൻ വലം അഖ്ലുഖുഹു. എങ്ങനെയായി മുഹമ്മദ് നബിയെ അങ്ങ് അറിഞ്ഞത്? ഞാൻ ആ നബിയെ പടച്ചിട്ടില്ലല്ലോ. ഞാൻ ആ നബിയെ സൃഷ്ടിക്കാത്ത പക്ഷം എങ്ങനെയാ മുഹമ്മദ് നബിയെ, ആദം നബിയെ അങ്ങേക്ക് ഇത്ര അറിയാൻ കഴിഞ്ഞത്? ഖാല യാ റബ്ബി ലിഅന്നക ലമ്മ ഖലഖതനി ബിയദിക വനഫഖത ഫിയ മിൻ റൂഹിക റഫഅത റഅസി ഫറഅയ്തു അലാ ഖവാഇമിൽ അർശി മക്തൂബൻ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി ഫഅലിംതു അന്നക ലം തുളിഫ് ഇലാ ഇസ്മിക ഇല്ലാ ഹബ്ബൽ ഖൽഖി ഇലൈക. അല്ലാഹുവേ, നീ എന്നെ പടച്ചില്ലേ? പടച്ചു കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് മുകളിലേക്ക് നോക്കി, നിന്റെ അർശിന്റെ തൂണുകളിലും ചുവടുകളിലും ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഈ ദിക്റാണ് എഴുതി വെച്ചിരിക്കുന്നത്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കൂടെ മുഹമ്മദ് റസൂലുള്ളാഹ് എഴുതണമെങ്കിൽ നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നിന്റെ അഹബ്ബുൽ ഖലായിഖിന്റെ പേരായിരിക്കുമല്ലോ നീ എഴുതാ. അത് ഞാൻ മനസ്സിലാക്കി. അല്ലാഹ്, അങ്ങനെയാണ് ആ മുഹമ്മദ് നബിയെ കുറിച്ച് അറിയുന്നത്, മനസ്സിലാക്കുന്നത്. ആ മഹാന്റെ മഹത്വം ഞാൻ അറിയുന്നത് അങ്ങനെയാണ്. ആദം അലൈഹിസ്സലാമിനോട് അല്ലാഹു പറഞ്ഞു, ആദം നബിയെ, നിങ്ങൾ പറഞ്ഞത് സത്യമാ.
നിങ്ങൾ പറഞ്ഞത് സത്യ, എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ, എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടിയ മുഹമ്മദ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടി ശ്രേഷ്ഠരാണ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ ദുആ ഒന്നും കൂടി ചെയ്തേ. മുഹമ്മദ് നബിയുടെ ഹക്കോട് കൂടെ എനിക്ക് നീ പുറത്തു തരണേ എന്ന് ദുആ ചെയ്ത ആദം നബിയോട് അല്ലാഹു വീണ്ടും പറയുന്നു, ഉദുഉനി ബിഹഖ്ഖിഹി, ആ ഹക്ക് വെച്ചുകൊണ്ട് തന്നെ ചോദിക്കൂ. ഫഖദ് ഗഫർതു ലക, ആദമേ നിനക്ക് ഞാൻ പുറത്തു തന്നു കഴിഞ്ഞെന്ന് അല്ലാഹ് പറഞ്ഞതായി മുഹമ്മദ് മുസ്തഫ. ഈ ഹദീസ് തീർന്നിട്ട് ഇതിന്റെ അവസാനം ഇമാം ഹാക്കിം എഴുതുന്നുണ്ട്. ഇമാം ഹാക്കിം എത്ര വലിയ മഹാ ഹദീസ് പണ്ഡിതനാണെന്നറിയോ? ആ മഹാൻ ഇതിന്റെ താഴെ തന്നെ ഹദീസിൽ കൊടുക്കുന്നു, ഹാദാ ഹദീസുൻ സ്വഹീഹുൽ ഇസ്നാദ്. ഈ ഹദീസ് നിവേദനം ചെയ്യുന്ന പരമ്പര മുഴുവനും സ്വഹീഹാണ്, ഇത് ലൈഫാന്ന് പറയാൻ പറ്റൂല. അപ്പൊ ആദം നബി മുതൽക്ക് ഇങ്ങനെ ഹബീബായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുൽ ചെയ്ത് സ്വലാത്തുകളായും ദുആകളായും ആയി ഇങ്ങനെ നടന്നിട്ടുണ്ട്. സ്വലാത്തുൻ നാരിയത്തിലെ ഒരു പ്രത്യേക ഭാഗമാണ് വയസ്തസ്ഖൽ ഗമാം, മഴ പെയ്യും ഈ നബിയെ കൊണ്ട് മഴ കിട്ടും. 5 മിനിറ്റ് ഞാൻ നിർത്താണ്, അത് കഴിഞ്ഞു. ഈ നബിയെ കൊണ്ട് മഴ കിട്ടും ചരിത്രം സാക്ഷിയാണല്ലോ. ഇമാം ബുഖാരി തന്നെ ഇവിടുത്തെ സ്വഹീഹിൽ പറയുന്നത് കാണാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു, ജാഅ റജുലുൻ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല യാ റസൂലല്ലാഹ് ഹലകത്തുൽ മവാസി വതഖത്തഅത്തിസ് സുബുലു ഫദുല്ലാഹ്. കൊടും വരൾച്ച കൊണ്ട് നബിയെ വളർത്തു മൃഗങ്ങളൊക്കെ ചത്തൊടുങ്ങി തുടങ്ങി. വഴികളിലൂടെയുള്ള യാത്രകൾ മുഴുവനും നിലച്ചു, കാരണം കുടിക്കാൻ വെള്ളമില്ല. അതുകൊണ്ട് അല്ലാഹുവോട് അങ്ങ് ദുആ ചെയ്യും മഴയ്ക്ക് വേണ്ടി. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്തു. ആ സമയത്ത് ഫമുത്തിർന, ഞങ്ങൾക്ക് മഴ കിട്ടി. അല്ലാതെ യാദർച്ഛികമായി ഉണ്ടായ മഴയല്ല. സ്വഹാബി അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഈ ഹദീസ് പറയുന്നത്, അന്ന് മുതൽ വെള്ളിയാഴ്ച ദ്വാരുന്നത് വെള്ളിയാഴ്ച മുതൽ മഴ അങ്ങോട്ട് കിട്ടി. ഇലൽ ജുമുഅ, അടുത്ത വെള്ളിയാഴ്ച ആയപ്പോഴേക്കും ആ മനുഷ്യൻ ദുആ ചെയ്യ, മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യുന്ന പറയാൻ വന്ന ആ മനുഷ്യൻ തന്നെ തിരിച്ചു വന്നുകൊണ്ട് ഹബീബിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് തഹമ്മദത്തുൽ ബുയൂതു, വെള്ളപ്പൊക്കമായി കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞു തുടങ്ങി. വതഖത്തഅത്തിസ് സുബുലു, യാത്ര ചെയ്യാൻ വഴിയിൽ വെള്ളം നിറഞ്ഞു നിൽക്കുന്നു. വഹലകത്തുൽ മവാസി, വെള്ളപ്പൊക്കം കാരണം മൃഗങ്ങളൊക്കെ ചത്തൊടുങ്ങി നബിയെ. ഫഖാല റസൂലുള്ളാഹി, മുഹമ്മദ് നബിയെ കൊണ്ട് മഴ കിട്ടോ ഇല്ലയോ? ഹദീസ് ബുഖാരിയിലുണ്ട്. വയസ്തസ്ഖൽ ഗമാം ബിവജ്ഹിൽ കരീം. ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ അലാ ളുഹൂരിൽ ജിബാലി വൽ ആകാമി വബുതൂനിൽ ഔദിയതി വമനാബിത്തിശ് ശജർ, വനയോര പ്രദേശങ്ങളിലേക്കും പർവ്വതങ്ങളുടെ മുകളിലേക്കും മനുഷ്യവാസമില്ലാത്തടത്തേക്കും മഴ ആവശ്യമുള്ള മറ്റു ഭാഗങ്ങളിലേക്കും മഴയെ തിരിച്ചുവിടണേ അല്ലാഹ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി. ആ ദുആ കഴിഞ്ഞപ്പോ മദീനയിൽ നിന്നും ഈ മഴക്കോളുകൾ മുഴുവനും നീങ്ങി. ഇൻജിയാബ സൗബി, ഒരു ശരീരത്തിലെ വസ്ത്രം ഇങ്ങനെ ഉയർത്തുമ്പോഴും താഴ്ത്തുമ്പോഴും തൊലിയുടെ മുകളിലൂടെ വസ്ത്രം നീങ്ങുന്ന പോലെ കാണായിരുന്നു. ആകാശത്തിൽ നിന്നും കാർമുഖിൽ മേഘവർണ്ണക്കൂട്ടങ്ങൾ മുഴുവനും ഇങ്ങനെ മുകളിലേക്കും മരുഭൂമിയിലേക്കൊക്കെ മാറി മാറി ആ മഴ ഇങ്ങനെ ചിതറിപ്പോകുന്നത് കാണാമായിരുന്നു എന്ന് അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു തൊട്ട് സ്വഹീഹുൽ ബുഖാരി ഇത് രേഖപ്പെടുത്തി. അപ്പൊ ഇത് ജീവിച്ചിരുന്ന നബിയാണ് ഇതൊക്കെ ചെയ്തത്. മരിച്ചാലും പറ്റും. അം ഹസിബല്ലദീന ജതറഹു സയ്യാതി അൻ നജഅലഹും കല്ലദീന ആമനു വഅമിലുസ് സാലിഹാതി സവാഅം മഹ്യാഹും വമമാതുഹും സാഅ മാ യഹ്കുമൂൻ. അല്ലാഹുവിനനുസരിച്ച് ജീവിക്കുന്ന സ്വാലിഹീങ്ങളുടെ ജീവിതവും മരണവും തുല്യമാണെന്ന് ഖുർആൻ. അത് സാധാരണ മുഅ്മിനീങ്ങളെ പറ്റിയാ പറഞ്ഞത്, ഹബീബിനെ പറ്റിയും പറയേണ്ടതില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ മരിച്ചുപോയ നബിയെ കൊണ്ടും മഴയും കിട്ടിയിട്ടുണ്ട്. എവിടെ എന്റെ ഹദീസ്? അതേ ബുഖാരി. അടച്ചു വെക്കാൻ വരട്ടെ, വീണ്ടും അതിൽ കാണാം. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നു,
أن عمر بن الخطاب رضي الله عنه قال إذا قحط استسقى بالعباس بن عبد المطلب. ഉമർ ബിൻ ഖത്താബിന്റെ ഭരണകാലം മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി. ഉമർ റളിയല്ലാഹു അൻഹു ഭരണകാലം മഴയില്ല. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മഴയ്ക്ക് വേണ്ടിയിട്ട് അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ടുവന്ന് തങ്ങളാണ് സയ്യിദാണ് സദസ്സിലിരുത്തി മഴയ്ക്ക് വേണ്ടി ദുആ ചെയ്യാണ്. ആ സമയത്ത് ദുആ ചെയ്തത് ഇങ്ങനെ: അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ ഫതസ്ഖീനാ. പണ്ടൊക്കെ മഴ കിട്ടാത്തപ്പോൾ നിന്റെ നബിയെ ഇതുപോലെ കൊണ്ടുവന്നിരുത്തി ഞങ്ങൾ മഴ ചോദിക്കും. അന്നൊക്കെ നീ മഴ തന്നിട്ടുണ്ട്. ഇന്ന് നബിയില്ല, നബി മരിച്ചുപോയി. അതുകൊണ്ട് അബ്ബാസ് തങ്ങളെ കൊണ്ടുവന്ന് വെച്ചു മഴ തന്നെ എന്നല്ല പറഞ്ഞത്. ഇന്ന് നബി ഇല്ലാത്തത് കൊണ്ട് മരിച്ചുപോയ നബിയുടെ വഫാത്തായ നബിയുടെ ജീവിച്ചിരിക്കുന്ന കുടുംബാംഗമായ അബ്ബാസ് തങ്ങളെ കൊണ്ടുവന്നു. അബ്ബാസ് എന്ന് പറഞ്ഞാൽ മതി. വഫാത്തായി പോയ നബിയുടെ അമ്മിനെ കൊണ്ട് ഇന്ന് മഴ ചോദിക്കുക. മരിച്ചുപോയ നബിയെയും ആ ദുആയിൽ കൊണ്ടുവന്നു എന്ന് വ്യാഖ്യാനം പറയുന്നിടത്ത് പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. എന്നിട്ട് മഴ കിട്ടിയോ? അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഫയുസ്ഖൗൻ, യഥേഷ്ടമെന്ന് മഴ കിട്ടി. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. അതുകൊണ്ട് അസ്സലാത്തു തഫ്രീജിയ എന്ന അസ്സലാത്തു നാരിയ ജീവിതത്തിന്റെ ഭാഗമാക്കണം. മുത്തു നബിയിൽ നിന്നും ഇൽമു പഠിക്കാൻ നമുക്ക് കഴിയുന്ന ഏറ്റവും വലിയ അവസര. അതിന്റെ മിനിമം എണ്ണം 41, 100 വരെ. രണ്ടാം സ്റ്റെപ്പ് അത് കഴിഞ്ഞാൽ എത്രയുമാവാം. ഒരാവശ്യ നിർവഹണത്തിന് വേണ്ടിയിട്ട്, ഒരാപത്ത് തടയാൻ വേണ്ടിയിട്ട്, ഒരു രോഗശാന്തിക്ക് വേണ്ടിയിട്ട് 4444 നെയ്യത്താക്കി ചൊല്ലിക്കോ. അള്ളാഹു നടപ്പാക്കി തരുമാറാം.